പൊന്നുകുട്ടാ എങ്ങനെയുണ്ട്? എമ്മിയാണോ? ശരിക്കും സൂപ്പറാന്ന് പറ. സൂപ്പറാ കാണിച്ചേ. ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കപ്പ ബിരിയാണിയാണ്. നമ്മുടെ കോട്ടയം ജില്ലയുടെ സ്പെഷ്യലായിട്ടൊരു ഫുഡാണ് കപ്പ ബിരിയാണി. നമ്മൾ ആദ്യം കപ്പ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് കുഞ്ഞു കുഞ്ഞാനെ അരിയണം. അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ബ്രദറാണ് ചെയ്യുന്നത്. ഞാൻ തൊലി പൊളിച്ചു കൊടുത്തു. അവനത് കുട്ടി കുത്തിയായിട്ട് അരിഞ്ഞെടുത്ത് നന്നായിട്ട് കഴുകി തന്നു. ഹലോ ഗൈസ്, നിങ്ങൾക്കെല്ലാവർക്കും ചെറുതായിട്ട് അവന് സ്ട്രിങ് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴുകി നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് ഒരു കുക്കറിലേക്ക് ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചു. അതിനിടയ്ക്ക് എൻ്റെ അച്ഛൻ ചെയ്തു തന്നാണിത്. എല്ല് കഷ്ണം, ബീഫിൻ്റെ എല്ല് പോർഷൻ മാത്രം എടുത്ത് നന്നായിട്ട് മസാലകളും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർത്ത് കുക്കറിൽ ഓൾറെഡി അത് വേവിച്ച് വെച്ചിരുന്ന് നമ്മളിനി കപ്പ വേവിക്കുന്ന ഒരു പ്രൊസീജിയറിലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുക്കറിലൊരു 5-6 വിസിൽ കൂയിച്ചാൽ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും. നല്ല ഫൈനായിട്ട് ഉടഞ്ഞ് കിട്ടുവാണെങ്കിൽ നമുക്ക് നല്ല കപ്പ ബിരിയാണി ഉണ്ടാക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ചെറിയ അറ്റകുറ്റപ്പണിക്ക് പോയി. അതായത് കുറച്ച് സവാള എടുത്ത് നമ്മുടെ ഇറച്ചിക്കകത്തിടാനായിട്ട് വഴറ്റുവാണ്. വെറുതെ സവാള ഓൾറെഡി അതിൻ്റെ അകത്ത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്താണ്. പിന്നെ കുറച്ച് സവാള ഞാൻ ഇറച്ചിക്കകത്തിട്ട് ആഡ് ചെയ്തു. അതിലേക്ക് കുറച്ച് വെള്ളമോടെ ഒഴിച്ചു. പിന്നെ നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സിലിട്ട് കിടക്കുന്നു. അതിലേക്ക് നമ്മൾ കപ്പ വയ്യിടുവാണ്. അപ്പോഴത്തേക്ക് അമ്മ വന്നു. അമ്മയാണ് ഈ സ്റ്റെപ്പ് ചെയ്യുന്നത്. ഈ ഒരൊറ്റ സാധനം ഉണ്ടാക്കിയത് ഞങ്ങൾ 6 പേരുടെ കൈകടത്തിലൂടെയാണ്. അനിയനാണ് ഇപ്പോൾ അത് കുഴച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ നല്ല ആരോഗ്യമുണ്ട്, അവൻ ഇട്ടിട്ട് കുഴയ്ക്കുവാണ്. അമ്മയത് എടുത്ത് അമ്മയാണെങ്കിൽ അത് ബീഫിലേക്ക്, അതായത് എല്ലിലിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി തന്നു. അവനത് കുഴച്ച് എല്ലിലിട്ട് ഇടാനുള്ളൊരു പ്രൊസീജിയർ ചെയ്യാനായിട്ട് പോവാണ്. നോക്കൂ, നമ്മുടെ ബീഫൊക്കെ വെട്ടി തിളച്ച് വരുന്നു. ഇളക്കി കൊടുത്തു. ഇളക്കിക്കൊണ്ടിരിക്കുന്ന നന്നായിട്ട്. ഓക്കെ, നെക്സ്റ്റ് പ്രൊസീജിയർ ആണ്. അമ്മയാണ് അത് ഇടാൻ പോകുന്നത്. അനിയനത് വെച്ച് കൊടുത്തപ്പോൾ അമ്മ പയ്യെ തോണ്ടിയിടാൻ പോവാണ്. വാവ്, അവനത് സപ്പോർട്ട് ചെയ്യുന്നു. അമ്മ പയ്യെ ഇട്ട് കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവൻ്റെ ഒരു പട്ടിഷമുണ്ട്. മോളിൽ വെച്ച് അവൻ ഇളക്കാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞ് അവൻ താഴെ കൊണ്ടുവച്ച് ഇളക്കാൻ പോവാണ്. യെസ്, ഈ പ്രൊസീജിയറാണ് ഇപ്പോൾ നടക്കുന്നത്. അവൻ്റെ അളിയൻ ഇനി കൂടി, അതായത് എൻ്റെ കെട്ടിയോ നോക്ക്, അളിയനും അളിയനും കൂടി കപ്പ ഇളക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കപ്പ രണ്ടും കൂടെ എന്നതാണ് പായസം അവിടെ കലകിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നണം. അളിയനും കൂടെ കപ്പ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. കപ്പയും ബീഫും. എൻ്റെ ഭർത്താവാണെങ്കിലും കപ്പയൊന്നും എടുത്തിടാൻ വലിയ കാര്യത്തിൽ അറിയത്തില്ല. കപ്പ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ അനിയൻ. കപ്പ എടുത്തിടുവാണ് എൻ്റെ ഭർത്താവ്. കുറേ നേരമായിട്ട് തീർന്നില്ലടി. 24 hours. വാവ്, അങ്ങനെ കപ്പയെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. കട്ടൻ ചായ, അത് നീ ഉണ്ടാക്കുന്ന വീഡിയോയില്ലേ? ഓക്കെ, ഇനി ഞാൻ അഭിപ്രായം ചോദിക്കാൻ എൻ്റെ കുട്ടുവിൻ്റെ കൈ കൊടുത്തു. ഞങ്ങളുടെ പൊന്നു കുട്ടൻ ദാണ്ട ചേച്ചിയുടെ മോനാണ്, ഡൽഹിവാല രാജകുമാരനാണ്. ദേ വന്നു, അവൻ തിന്നു. ഞാൻ കൊള്ളാന്ന് പറഞ്ഞു. എൻ്റെ മുഖം കണ്ടറിയാൻ അവന് പിടിച്ചിട്ടില്ല. പിന്നെ ഒരു കാര്യത്തിന് അവനോട് കൊടുത്ത് അവനതും പറഞ്ഞ് കൊള്ളാം. കണ്ട, ഇപ്പം അവൻ്റെ മുഖം ഇച്ചിരി തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവന് ഇഷ്ടപ്പെട്ട്.
നോക്ക് ഞങ്ങളത് തിന്നുകൊണ്ടിരിക്കുകയാണ്. വാഴയിലൊക്കെ വെട്ടി അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ക്ലിപ്പിംഗ് ആഡ് ചെയ്യാതെ പോയിട്ടുണ്ട്. എൻ്റെ മാളൂട്ടി ഒരു കട്ടൻ ചായ വെച്ച് അതും കൂടെ